ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് മുസാണ്ടയുടെ പല വെറൈറ്റി കളേഴ്സാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിനോട് കിടപിടിക്കുന്ന ഒരു ലീഫ് ഫ്ലവറാണ് ആ ചെടിച്ചട്ടിയിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ മെറൂണ്, റോസ്, മജന്ത ഒക്കെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് മുസാണ്ടയുടെ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മരമായിട്ട് വളരും. ഇപ്പോൾ ഹൈബ്രിഡൊക്കെ വരുന്നുണ്ട് ചട്ടിയിൽ, പക്ഷേ ഇതിന് വളർച്ച കൂടുതലാണ്. പെട്ടെന്ന് വളർന്ന് പൂത്ത് എന്നും ഇതുപോലെ പൂക്കൾ തരും. ഇതും വൈറ്റാണ് കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്നത്. അതേസമയം മറ്റ് കളേഴ്സ് ഇപ്പോൾ ഹൈബ്രിഡിലൊക്കെ ഓരോന്ന് ഉണ്ടായി വരുന്നുള്ളൂ. പക്ഷേ ഇതും പിന്നെ ഇപ്പോൾ റെഡ്, പീച്ച്, ലൈറ്റ് പീച്ച്, മെറൂൺ ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. റോസ് ഒക്കെ വന്നിട്ടുണ്ട്. റോസ് മീൻസ് റെഡ് ആൻഡ് റോസ്, രണ്ട് കളറ് ഒരു ഇത് വൈറ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം വളമോ വെള്ളമോ സംരക്ഷണങ്ങളോ ഒന്നും വേണ്ട. ഈ വൈറ്റിൻ്റെ നടുവിൽ വന്ന ഒരു 5 ഇതൾ ഫ്ലവർ വരുന്നത് അത് ഓറഞ്ച് കളറിലാണ് വരുന്നത് കേട്ടോ. ഓറഞ്ചിൻ്റെ ഒക്കെ നടുക്ക് വരുന്നത് വെള്ള ഫ്ലവർ, കുഞ്ഞൻ കമ്മൽ പൂമാതിരി ഒരു കണ്ടോ, അത് ഈ വൈറ്റിന് വരുന്നത് ഓറഞ്ചാണ്. റെഡിന് യെല്ലോ വരുന്നുണ്ട്. അങ്ങനെ ഓരോ കളേഴ്സിന് യോജിച്ച പ്രകൃതിയുടെ ഓരോ കളികളില്ലേ. ഇപ്പോൾ യെല്ലോ അല്ലെങ്കിൽ റെഡിൻ്റെ ഇടയിൽ യെല്ലോ വന്ന വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എന്തായി, വൈറ്റ് വന്നു ഭംഗി കൂട്ടാൻ വേണ്ടി. കണ്ട, റോസും ഇതും കൂടി വന്നിരിക്കുന്നത്. ഇത് പിന്നെ നല്ല റെഡ് ഉണ്ട്, മജന്ത ഉണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് വെച്ച കാരണമാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. ഇതിന് നമ്മൾ നടുമ്പോൾ തന്നെ കണ്ട, അതിൻ്റെ നടുവിൽ കണ്ട ഓഫ് വൈറ്റ് ആൻഡ് യെല്ലോ ആണ് വന്നിരിക്കുന്നത്. ഇതൊരു പ്രത്യേക വെറൈറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇലയും ചുരുണ്ടിരിക്കും, ലീഫും ചുരുണ്ടിരിക്കും. നേരത്തെ ഞാൻ എല്ലാ ചെടിയിൽ ഒരു കളർഫുള്ളായ ഈ മുസാണ്ടയുടെ വർഗ്ഗത്തിലുള്ള ഒരു ചെടീനെ ഞാൻ കണ്ടില്ലേ, ആലില പോലത്തെ. അതിൻ്റെ തളിരില വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. അത് മെറൂൺ, ഇതിപ്പോൾ മജന്ത ആണെങ്കിൽ മെറൂണിലും റെഡിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വേറെ യെല്ലോയിലും വരുന്നുണ്ട്. ഇത് മുസാണ്ട ഇങ്ങനെ ഇല ചുരുണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലവറും ചുരുണ്ടിട്ടാണ് വരുന്നത്. ഇത് പീച്ച് കളറിൽ ഇതും ഇതാണ്. പക്ഷേ ഇത് മുസാണ്ടയുടെ പോലെ സാധാ ഇലയും ലീഫ് ഇതളുകളും സാധാ പോലെ തന്നെയാണ്. അതിൻ്റെ നടുവിൽ വരുന്ന ആ 5 ഇതൾ ഫ്ലവർ നോക്കിയൊക്കെ, ഇതിന് 6 ഇതളുണ്ട്. അയ്യോ, തെറ്റിപ്പോയി. അപ്പോൾ ചിലതിന് 6 ഇതളുണ്ടാവും. മിക്കലും ഞാൻ 5 ഇതളെ കണ്ടിട്ടുള്ളൂ. അത് വരുന്നത് ഓഫ് വൈറ്റിലാണ് വരുന്നത്. നേരത്തെ നമ്മൾ ഓറഞ്ചും യെല്ലോ ആണ് കണ്ടത്. ഇത് ഓഫ് വൈറ്റിലാണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പ്രകൃതിയുടെ ഒരേ കളികളല്ലേ, കളറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ഇത് ചട്ടിയിൽ ഇപ്പോൾ ഹൈബ്രിഡ് വരുന്നതൊക്കെ നമുക്ക് ചട്ടിയിൽ വളർത്താം. പക്ഷേ ഇതിന് വളർച്ച കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് വളർന്ന് ഇങ്ങനെ മരം പോലെയാവും. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മളെ ചെടിത്തോട്ടത്തിൻ്റെ അറ്റങ്ങളിലായിട്ട് വെക്കുന്നതാണ്. അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ കളേഴ്സും കൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ്. ഫ്ലവർ മാത്രമേ ഏറ്റവും മുകളിലുണ്ടാവും. അത് നല്ലൊരു കൊട പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിനെ കാണാൻ. എന്നും പൂക്കളും ഉണ്ടാവും. അധികം വളം വേണ്ട, വെള്ളം വേണ്ട, സംരക്ഷണം വേണ്ട. നമ്മുടെ പെറ്റ്യൂണിയ അങ്ങനെയുള്ള ചില സസ്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാൽ ഓവർ വെയിൽ പാടില്ല, ഓവർ വെള്ളം പാടില്ല, ഓവർ വളം പാടില്ല, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതിനതൊന്നുമില്ല. പിന്നെ ഒരു വെറൈറ്റി കളർ വന്നത് കണ്ട, എന്ത് രസമല്ലേ. എന്നിട്ട് ഇത് 2-3 കളറുണ്ട് അതിൽ. എന്നാലും നല്ലൊരു ഭംഗിയുള്ള കണ്ണിനൊരു ഇഷ്ടപ്പെടുന്നൊരു കളറ്. ലൈറ്റ് യെല്ലോ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ചന്ദന കളർ, പീച്ച്, റോസ് എല്ലാം കൂടി ഒരു മിക്സ്. അതിന് വന്നിരിക്കുന്ന 5 ഇതൾ ഫ്ലവർ യെല്ലോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അല്ലാതെ വേറെ കളേഴ്സ് നിങ്ങളുടെ വീട്ടിലോ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ കളർ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെടിയോട് ഇഷ്ടമുള്ളവർ ഈ വകകളൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ.